അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യസുദിനങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 14-ാമത്തെ നൊയമ്പിൽ നാം ഓരോരുത്തരും എത്തിയിരിക്കുന്ന ഈ സുദിനത്തിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം, അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ വിലപ്പെട്ട സമയങ്ങളെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. റമദാൻ വന്നു പോകുന്നത് അറിയില്ല, അത്രത്തോളം പെട്ടെന്ന് അത് നമ്മെ വിട്ടുപോകും. ഈ റമദാൻ മാസത്തിൻ്റെ പവിത്രത, പ്രാധാന്യം എന്താണ് എന്ന് ഉൾക്കൊള്ളുകയും പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നതിലുപരി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പെരുമഴ പെയ്യുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് പറയുന്നത്. ഈ മാസത്തിൻ്റെ നന്മകൾ, ഒരാൾ ഈ റമദാൻ മാസത്തിൽ മരണപ്പെട്ടാൽ അതിന് അധികരിച്ച പ്രതിഫലങ്ങളാണുള്ളത്. വളരെ ഭാഗ്യമുള്ളവർക്കാണ് ഈ റമദാൻ മാസത്തിലൊക്കെ മരണം സംഭവിക്കുക എന്നൊക്കെ പറയുന്നത്. വലിയ നന്മ ചെയ്തവർക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹമാണ്. അതുപോലെ വ്യാഴാഴ്ച രാവിലുള്ള മരണം, വെള്ളിയാഴ്ചയുള്ള മരണം, ഇതൊക്കെ സ്വർഗവാസികൾക്കുള്ള ഒരു അടയാളമാണെന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം പ്രാധാന്യം ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ റമദാനിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് എടുത്തു പറയാതെ എല്ലാവർക്കും അറിയാം. ആ പ്രാധാന്യം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ കുടുംബക്കാരോടും നമ്മുടെ നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെയുള്ള കടമകൾ പൂർത്തീകരിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈ വ്രതാനുഷ്ഠാനം നടത്തേണ്ടത്. നമ്മുടെ പരിസരത്ത് 40 വീടുകളിൽ എവിടെയെങ്കിലും പട്ടിണിയുണ്ടോ എന്നറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ താമസിക്കുന്ന 40 വീടുകൾ ഏത് ജാതി മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് നിറത്തിൽപ്പെട്ട ആളാണെങ്കിലും, സമ്പന്നനായാലും ദരിദ്രനായാലും അവൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ടുണ്ടോ, അവരാഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരിറുക്ക് വെള്ളം പോലും നമ്മുടെ തൊണ്ടയുടെ ഉള്ളിലേക്ക് പോകേണ്ടത് എന്ന് അല്ലാഹു റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അത്രത്തോളം സൃഷ്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗീയതയുടെയോ വിഭാഗീയതയുടെയോ ഒന്നും ഒരു കാഴ്ചപ്പാടില്ലാത്ത നിലയിൽ അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ നമുക്ക് ഈ റമദാൻ മാസത്തിൻ്റെ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് കൂടുതൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സൃഷ്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി, നമ്മുടെ കടമകൾ പൂർത്തീകരിക്കുന്നവരായി, അള്ളാഹുവിനെ അങ്ങേയറ്റം നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ റമദാനെ അൽഹംദുലില്ലാഹ് നെഞ്ചോട് ചേർക്കാം. ഏവർക്കും റമദാൻ മുബാറക് ആശംസിച്ചുകൊണ്ട് നിസ്സാം പത്തനാവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.